ഹലോ എവരി വൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടറാണ്. അപ്പോൾ ഏതൊക്കെ ടൈപ്പിലുള്ള കമ്പ്യൂട്ടേഴ്സാണുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് സൈസിൻ്റെയും പെർഫോമൻസിൻ്റെയും ബേസിൽ കമ്പ്യൂട്ടേഴ്സിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ചാണ്. ഈ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സാണ്. ആസ് നെയിംസ് ഉണ്ടോ, സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. ഇത് കോംപ്ലക്സ് കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. വെതർ ഫോർകാസ്റ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സയൻസ് റിസർച്ച്, അതിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് ഏതൊക്കെയാണ് വരുന്നത്? IBM സമ്മിറ്റ്, ഫുഗാക്കു ഒക്കെ വരുന്നുണ്ട്. അടുത്തതാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. ഈ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് വളരെ ലാർജായിട്ടുള്ള ഹൈ പെർഫോമൻസ് ഉള്ള കമ്പ്യൂട്ടേഴ്സാണ്. ഇത് യൂസ് ചെയ്യുന്നത് ഓർഗനൈസേഷൻസിലാണ്. മെയിനായിട്ട് ബൾക്ക് ഡാറ്റൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നടത്തുന്ന കേസിലാണ് നമ്മൾ ഈ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. വലിയ വലിയ ഓർഗനൈസേഷനിലും ബിസിനസ്സിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ബൾക്ക് ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് എന്ത് വേണം? ഈ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് വേണം. സിമിൾട്ടേനിയസ് ആയിട്ട് തൗസൻഡ്സ് ഓഫ് യൂസേഴ്സിനെ ഈ കമ്പ്യൂട്ടർ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമ്മൾ വലിയ ഓർഗനൈസേഷനിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം എന്താണ്, ഒരുപാട് യൂസേഴ്സ് അറ്റ് എ ടൈമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് ഒരു മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ ആ ഒരു ഓർഗനൈസേഷനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, എക്സാമ്പിളാണ് IBM Z സീരീസ്, യൂണിസിസ് മെയിൻ ഫ്രെയിംസ് ഒക്കെ വരുന്നത്. അടുത്താണ് മിനി കമ്പ്യൂട്ടർ. അതിന് നമ്മൾ മിഡ് റേഞ്ച് കമ്പ്യൂട്ടർ എന്നും പറയും. ഇത് ആക്ച്വലി മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിൻ്റെ ഒരു സ്മാളർ വേർഷനാണ്. ഇതും യൂസ് ചെയ്യുന്നത് ബിസിനസ്സിലും ഇൻഡസ്ട്രിയിലൊക്കെയാണ് കേട്ടോ. ഇതിൻ്റെ എക്സാമ്പിളാണ് PDP-11 വാക്സ്. പിന്നെ മൈക്രോ കമ്പ്യൂട്ടർ. അപ്പോൾ അതെന്താണ്? പേഴ്സണൽ കമ്പ്യൂട്ടറാണ്. ഈ മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഓഫീസ് പർപ്പസിനും ഹോം പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്. എന്താണ്? ഇതാണ് മോസ്റ്റ് കോമൺ ടൈപ്പായിട്ടുള്ള കമ്പ്യൂട്ടർ. അത് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ പേഴ്സണലായിട്ടും ഓഫീസ് വർക്കിനൊക്കെ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, സ്മാർട്ട് ഫോൺസ് ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. എക്സാമ്പിളായിട്ട് ഡെല്ലിൻ്റെ ഉണ്ട്, HP-ൻ്റെ ഉണ്ട്, മാക്ബുക്ക് ഉണ്ട്, ഐപാഡ്, അങ്ങനെ ഒരുപാട് കമ്പനീൻ്റെ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. ഇനി നമുക്ക് പർപ്പസിൻ്റെ ബേസിലൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. രണ്ട് രീതിയിലുള്ള പർപ്പസാണ് ഇവിടെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഒന്ന് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടറും പിന്നൊന്ന് സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടറാണ്. ഈ ജനറൽ പർപ്പസ് എന്ന് പറയുന്നത് നമ്മളുടെ എവറി ഡേ യൂസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടേഴ്സാണ്. അപ്പോൾ നമുക്ക് ഗെയിമിങ്ങിന്, ബ്രൗസിങ്ങിന്, ഓഫീസ് വർക്കിനൊക്കെ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടർ. എക്സാമ്പിളായിട്ട് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സും ലാപ്ടോപ്പും സ്മാർട്ട് ഫോൺസൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. അതായത് സ്പെസിഫിക് ടാസ്കുകൾ മാത്രം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ഡിവൈസസ്. മെഡിക്കൽ ഇമേജിങ്ങിന്, ATMന്, ഇൻഡസ്ട്രിയൽ റോബോട്ടിനൊക്കെ വേണ്ടിയിട്ട് ഈ കമ്പ്യൂട്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് MRI സ്കാനേഴ്സ്, GPS സിസ്റ്റം, ട്രാഫിക് കൺട്രോൾ സിസ്റ്റം, അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ്. ഇനി നമുക്ക് ഫങ്ഷണാലിറ്റിൻ്റെ ബേസിലൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഫങ്ഷണാലിറ്റിൻ്റെ ബേസിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ അനലോഗ് കമ്പ്യൂട്ടറുണ്ട്, ഡിജിറ്റൽ കമ്പ്യൂട്ടറുണ്ട്, പിന്നെ ഹൈബ്രിഡ് കമ്പ്യൂട്ടറുണ്ട്. അങ്ങനെ 3 രീതിയിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ അനലോഗ് കമ്പ്യൂട്ടറാണ്. ഈ അനലോഗ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള സിഗ്നൽസ് യൂസ് ചെയ്തിട്ടാണ് ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നത്. ഇത് മെയിനായിട്ട് എൻജിനീയറിങ്ങിലും സയൻറ്റിഫിക് റിസർച്ച് ആപ്ലിക്കേഷൻസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് സ്പീഡോമീറ്റർ, ഫ്ലൈറ്റ് സിമുലേറ്റേഴ്സ് ഒക്കെയാണ് ഉള്ളത്. പിന്നെ വരുന്നത് ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സാണ്. ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റനെ ബൈനറി ആയിട്ട് പ്രോസസ്സ് ചെയ്യുന്ന നമ്മളുടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ്. നമ്മുടെ കമ്പ്യൂട്ടേഴ്സിനകത്തൊക്കെ ഡാറ്റ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്? 0സും 1സും ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ 0സും 1സും ആയിട്ടുള്ള കമ്പ്യൂട്ടറാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇത് മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സൊക്കെ ഈ ഒരു കാറ്റഗറിക്ക് അണ്ടറിൽ തന്നെയാണ് വരുന്നത്. എക്സാമ്പിളായിട്ട് PC ഉണ്ട്, നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, സ്മാർട്ട് ഫോൺസ് ഉണ്ട്. പിന്നെ ഹൈബ്രിഡ് കമ്പ്യൂട്ടറാണ്. ഹൈബ്രിഡ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അനലോഗ് കമ്പ്യൂട്ടിങ്ങിൻ്റെയും ഡിജിറ്റൽ കമ്പ്യൂട്ടിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഈ ഹൈബ്രിഡ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിൽ, അതുപോലെ തന്നെ മെഡിക്കൽ ഡിവൈസസ്, എക്സാമ്പിളായിട്ട് പറയാനുള്ള മെഡിക്കൽ ഡിവൈസ്, അതിനകത്തൊക്കെയാണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് ECG മെഷീൻസ് ഉണ്ട്, വെതർ ഫോർകാസ്റ്റിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ ഡിവിഷൻ ടൈപ്സുകൾ വരുന്നത്. ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്?
ആദ്യം തന്നെ നമ്മൾ സൈസ്, പെർഫോമൻസ് ഈ രണ്ട് കാര്യങ്ങളുടെ ബേസിൽ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി. ആദ്യം തന്നെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്, ഏറ്റവും ഫാസ്റ്റസ്റ്റ് പ്ലസ് മോസ്റ്റ് പവർഫുൾ. പിന്നെന്താണ്, നമ്മുടെ വെതർ ഫോർകാസ്റ്റിങ്ങിനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും സയൻറ്റിഫിക് റിസർച്ചിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. കോംപ്ലക്സ് കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ മെയിൻ ഫ്രെയിമിലേക്ക് വന്നു. ബിഗ് ഓർഗനൈസേഷനിലൊക്കെ വലിയ ബൾക്ക് ഡാറ്റ പ്രോസസ്സിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലാർജായിട്ടുള്ള ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടേഴ്സാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. ഇത് തൗസൻഡ്സ് ഓഫ് യൂസേഴ്സിന് സിമിൾട്ടേനിയസ് ആയിട്ട് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ടൈപ്പിലുള്ള കമ്പ്യൂട്ടറാണ്. പിന്നെ മിനി കമ്പ്യൂട്ടർ വരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ മെയിൻ ഫ്രെയിമിൻ്റെ ഒരു സ്മാളർ വേർഷനാണ്. ബിസിനസ്സിലും ഇൻഡസ്ട്രിയിലൊക്കെ തന്നെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് മൈക്രോ കമ്പ്യൂട്ടറാണ്, അതായത് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്. ഇത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന നമ്മുടെ പേഴ്സണൽ വർക്കിനും ഓഫീസ് വർക്കിനൊക്കെ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറാണ്. ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, സ്മാർട്ട് ഫോൺ അതൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അതിൻ്റെ എക്സാമ്പിളാണ് ഡെല്ലും HP ഒക്കെ. പിന്നെ നമ്മൾ പർപ്പസിൻ്റെ ബേസിൽ നമ്മൾ വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാവുന്നതാണ്. അതായത് ഒന്ന് ജനറൽ പർപ്പസാണ്, പിന്നെ ഒന്ന് സ്പെഷ്യൽ പർപ്പസാണ് നമുക്കുള്ളത്. അതെ, അല്ല ഈ പേജിൽ എഴുതാത്തില്ല, ഇവിടെ ഇപ്പോൾ ജസ്റ്റ് എഴുതിക്കോട്ടെ. ഓക്കെ, സോറി കേട്ടോ. ഓക്കെ, എവിടെത്തി? അപ്പോൾ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ യൂസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ബ്രൗസിങ്, ഗെയിമിങ്, ഓഫീസ് വർക്ക് അതിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സും ലാപ്ടോപ്പും സ്മാർട്ട് ഫോൺസൊക്കെയാണ്. പിന്നെ സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടറാണ്, അത് സ്പെസിഫിക് ടാസ്കിന് വേണ്ടി, അതായത് മെഡിക്കൽ ഇമേജിങ്, ATM, ഇൻഡസ്ട്രിയൽ വർക്ക് അതിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ റോബോട്ടിക്സ് അതിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് MRI സ്കാനർ ഉണ്ട്, GPS സിസ്റ്റം ഉണ്ട്, ട്രാഫിക് കൺട്രോൾ സിസ്റ്റം ഉണ്ട്. പിന്നെ ഫങ്ഷണാലിറ്റിൻ്റെ ബേസിൽ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അനലോഗ് കമ്പ്യൂട്ടർ, ഡിജിറ്റൽ കമ്പ്യൂട്ടർ, ഹൈബ്രിഡ് കമ്പ്യൂട്ടർ. അനലോഗ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് സിഗ്നൽസ് യൂസ് ചെയ്തുകൊണ്ട് ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്ന ടൈപ്പ് കമ്പ്യൂട്ടറാണ്. എൻജിനീയറിങ്ങിലും സയൻറ്റിഫിക് ആപ്ലിക്കേഷൻസിലും ഒക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിളായിട്ട് സ്പീഡോമീറ്റർ, ഫ്ലൈറ്റ് സിമുലേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഡിജിറ്റൽ കമ്പ്യൂട്ടറാണ്, അത് നമ്മുടെ ഡാറ്റനെ ബൈനറി ആയിട്ട് പ്രോസസ്സ് ചെയ്യുന്ന കമ്പ്യൂട്ടറാണ്. അതായത് സീറോസും വൺസിനെയാണ് പ്രോസസ്സ് ചെയ്യുക. ഇതിന്ന് കാണുന്ന മോഡേൺ കമ്പ്യൂട്ടേഴ്സൊക്കെ ഈ ഒരു കാറ്റഗറിയിലാണുള്ളത്. PC, സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്, സ്മാർട്ട് ഫോൺസ് ഒക്കെ അതിൻ്റെ എക്സാമ്പിൾസാണ്. ഹൈബ്രിഡ് കമ്പ്യൂട്ടർ, അനലോഗ് കമ്പ്യൂട്ടിങ്ങും ഡിജിറ്റൽ കമ്പ്യൂട്ടിങ്ങും കമ്പൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള കോൺസെപ്റ്റാണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. സ്പെഷ്യലൈസ്ഡ് ആപ്ലിക്കേഷൻസ്, മെഡിക്കൽ ഡിവൈസുകളിലൊക്കെയാണ് അത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് ECG മെഷീൻസും വെതർ ഫോർകാസ്റ്റിംഗ് സിസ്റ്റമാണുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് പറയാനുള്ളത്. നമ്മൾ ചിലപ്പോൾ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, ടാബ്ലറ്റ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിൻ്റെയും അപ്പുറം ഇതിൻ്റെ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് സയൻറ്റിഫിക് ഡിവിഷൻ ഇങ്ങനെയാണ്. അതായത് ഓരോന്നിൻ്റെയും ബേസിൽ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. ഓക്കെ, താങ്ക് യു.